ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കുന്നുമക്കര മഹാത്മാ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം കെ രമ MLA നിർവഹിച്ചു. വായനശാലകളും ഗ്രന്ഥാലയങ്ങളും നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും അത് ഇൻക്ലൂസീവ് ആയിരിക്കണമെന്നും അത് പൊതുജനങ്ങൾക്ക് കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി നാടിന്റെ ഉന്നമനത്തിനായി ഒറ്റ മനസ്സായി പ്രവർത്തിക്കണമെന്നും MLA പറഞ്ഞു. മഹാത്മാ ഗ്രന്ഥാലയം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥാലയമാണ്. പക്ഷേ പഞ്ചായത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നൊരു ഗ്രന്ഥാലയം. പക്ഷേ അതിലെ കാലപ്പഴക്കം കാരണം അത് നശിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അത് ഏറ്റെടുക്കുകയും അത് പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്ത് ഈ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ നാടിൽ പ്രത്യേകിച്ചും നാടിൻ്റെ സാംസ്കാരിക ഉന്നതിക്ക് അല്ലെങ്കിൽ സാംസ്കാരികമായി മുന്നോട്ട് പോകുന്നതിന് എല്ലാ മനുഷ്യരും ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരുടെയും ഇടമാണ്. ഇതിന് കക്ഷി രാഷ്ട്രീയങ്ങളില്ല, ജാതി മതങ്ങളില്ല. എല്ലാ മനുഷ്യർക്കും വന്നിരിക്കാൻ പറ്റിയ ഒരു ഇടം, ഒരു കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള വായനശാലകളും ഗ്രന്ഥാലയങ്ങളും എന്നൊക്കെ പറയുന്നത്. അതാണ് ഒരു നാടിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്നത്, ഒരു നാടിൻ്റെ എത്രമാത്രം മുന്നോട്ട് പോയി എന്നതൊക്കെ വിളിച്ചോതുന്നതാണ് ഇത്തരത്തിലുള്ള സാംസ്കാരികമായ ഇടങ്ങൾ. അത് നിലനിർത്തേണ്ടതും അത് സംരക്ഷിച്ചു പോരേണ്ടതും ഒരു നാടിൻ്റെ കൂടി ആവശ്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായിട്ടും സാംസ്കാരികമായി എത്രമാത്രം പിന്നോക്കം നിൽക്കുന്ന ജനതകളാണ് അല്ലെങ്കിൽ അത്തരം ചിന്താഗതിക്കാരാണ് എന്ന് നമുക്ക് ആലോചിച്ച് പോകേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനാണ് ഏത് നാടും പരിശ്രമിക്കേണ്ടത്. ഇത്തരം ഇടങ്ങളെ ഒന്നിച്ചു ചേർന്ന് ഒരു കൂട്ടായ്മയോടുകൂടി അത് കൊണ്ടുപോകാനും അത് നാടിൻ്റെതാണ്, നമ്മുടെ ഓരോരുത്തരുടെയുമാണ്, ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടേതുമാണ് എന്ന ഒരു പൊതു വികാരത്തിൽ ഇത്തരത്തിലുള്ള ഇത് കൊണ്ടുവരേണ്ടതും കൂടി ആവശ്യമാണ്. പക്ഷേ അത് നമുക്കിവിടെ കാണാൻ സാധിച്ചു. എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കുന്നത് എന്തൊരു വലിയ പരിപാടിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഉദ്ഘാടനങ്ങൾ നടത്താൻ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയത് എന്നത് നമുക്ക് അതും കൂടി സൂചിപ്പിക്കുകയാണ്.
ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ. ഇത് നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പരിപാടികൾക്ക് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം ഇത്രയും വലിയ മനുഷ്യർ വന്ന് അതൊരു ആഘോഷമാക്കി ഈ നാടിന് സമർപ്പിക്കുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ്. അത് തീർച്ചയായിട്ടും ഈ സായാഹ്നത്തെ സമ്പുഷ്ടമാക്കി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. മിനിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ വി.കെ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ പറമ്പത്ത്, മെമ്പർമാരായ ടി.എൻ. റഫീഖ്, പ്രമോദ് ടി.കെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ അഹമ്മദ്, പുരുഷു എം, കെ കൃഷ്ണൻ, അഡ്വക്കേറ്റ് സനൂജ് എ, രാജഗോപാലൻ, സജീവൻ ടി.കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.